ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത്. നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കുവാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടെ തന്നെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, അല്ല എങ്കിൽ നന്നായി അരിച്ചെടുത്താൽ മതി. ഇനി 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചത് ഓരോ ബാച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരികത്തുള്ളൂ. ഹൈ സ്പീഡിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരിക. ഇപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. വേറെ കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇത് സോഫ്റ്റായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി മിക്സ് ചെയ്ത് ഒന്ന് ടൈറ്റായി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ മിക്സ് ഏകദേശം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇത് 1.5 കപ്പോളം ക്യാരറ്റ് ഉണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക്. ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കേക്കിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിക്കും. ഇനി ഒന്ന് ഗ്രീസ് ചെയ്ത ടിന്നിലേക്ക്, ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഡെക്കറേറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂസും ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനി പ്രീഹീറ്റ് ചെയ്ത് അവർക്ക് ഈ ബേക്കിംഗ് ടിൻ വെച്ച് കൊടുക്കാം. കൺവെക്ഷൻ മോഡിൽ 23 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. LG-28 ലിറ്ററിൻ്റെ ഓവനാണിത്. ഇതിൻ്റെ പ്രീഹീറ്റ് ചെയ്യുന്നതും മറ്റുമുള്ള വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. കാണാത്തവർ കണ്ടു നോക്കണം. ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കേക്കാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.